ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ. എനിക്ക് മറ്റാണ് ഓർമ്മ വന്നത്. ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ അപ്പൊ പുള്ളി വന്നിട്ട് എന്നാ ഒന്നുമില്ല, இப்படி തട്ടി കൊടുത്താ പോകും, കൊഞ്ചം ഫോഴ്സാ കൊടുത്തിരുങ്ക, അത് പോകുന്നു പറഞ്ഞു. എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു തട്ടലും തട്ടിട്ട് ഇതും പറഞ്ഞ് പോയിട്ട് ഇത് നേരെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു മരം. ഞാൻ നോക്കുമ്പോ ഇത് ഇങ്ങനെ പോവാ. ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട്. ഞാൻ നോക്കുമ്പോ എനിക്ക് ഇങ്ങനെ കാണാം. മൊമെന്റിൽ ഞാൻ ഇങ്ങനെ മാറി നേരെ ബാക്കിലിരുന്ന ഒരു സാധനത്തിലേക്ക് ഇങ്ങനെ തട്ടി. എന്നിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോഴും അതേ നിപ്പ് തന്നെ നിൽക്കണം. കാണിക്കാൻ പറ്റുമോ നമുക്ക്? ചേട്ടാ ഫേസിൽ പേടിയുണ്ടേ എന്നൊക്കെ പറയുമല്ലോ, നമുക്കത് കാണിക്കാനും പറ്റില്ലല്ലോ. വളരെ നമ്മള് ഭയങ്കര ഹീറോയിക്കായിട്ട് ഇരിക്കാൻ വേണം. ഉള്ളിലുണ്ടല്ലോ സൈച്ചയുടെ സെന്ററില് സൈഡില് റൈറ്റ് സൈഡില് ഞാൻ, ലെഫ്റ്റ് സൈഡില് ഹരി. നേരെ ആയിട്ടുള്ള വഴി സ്ട്രെയിറ്റ് സ്പീഡിൽ ഓടിച്ചു തന്നെ. എന്റെ പൊന്നു, ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കിടക്കണത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണോ? ഈ പറഞ്ഞ പോലെ സൈഡിലും മറ്റേ മരങ്ങളൊക്കെ വരും, കുഴിഞ്ഞു കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ സേഫ് ആണ് സെന്റർ ആയത് കാരണം. ഇവർക്ക് രണ്ടുപേർക്ക് പ്രശ്നം ഈ മരത്തിന്റെ ഇത്. ഞങ്ങൾ ഒരേ ലെവലിൽ വരുമെന്ന് വേണം. അങ്ങനെയുണ്ട്. ആദ്യത്തെ ടേക്കിൽ അവന്റെ കുതിര കയറിപ്പോയി, എന്റെ കുതിര അനങ്ങണേ ഇല്ല. നീ എന്താണ് സ്പീഡിൽ കയറി പോണത്? നമുക്ക് ചോദിച്ചു പോവാം. The swag Papan is all set to hit theatre. ഷാജി പാപ്പൻ gang, hello, welcome. താങ്ക് യു. Yes, പറയൂ ഷാജി പാപ്പ. ഓ ചേട്ടാ. ഓ യെസ്, എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇന്റർവ്യൂ അല്ലേ? ആൻഡ് അത് വരുമ്പം കിടിലമായിട്ട് വരിക എന്നുള്ളത് ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമ കൂടെയാണ്. പറയൂ ഇതിൻ്റെ സന്തോഷം. ഭയങ്കര സന്തോഷം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങളും കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അത് ഭയങ്കര ഈ ഫസ്റ്റും സെക്കൻഡും അറിയാമല്ലോ. സെക്കൻഡാണ് ഭയങ്കരമായിട്ടുള്ള ഓളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ അതിനുശേഷം തേർഡ് പാർട്ട് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള എക്സ്പെക്ടേഷൻ ആളുകൾക്കും കൂടുതലാണ്. അഭിനയിച്ച് ഞങ്ങളും എക്സൈറ്റഡ് ആണ്. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. പറയൂ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വേറെ കുറെ പരിപാടികളുണ്ട്. അത് ഈ എല്ലാവർക്കും അറിയില്ല. ഞങ്ങൾ അഭിനയിച്ചേക്കണവർക്ക് തന്നെ വലിയ വ്യക്തതയില്ല. കാരണം നമ്മൾ ഡബ് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ പോർഷൻസും ചിലപ്പോൾ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് മറ്റൊന്നിട്ട് കാണിച്ചു തരൂ ചോദിക്കും. ഇവർ അബുവിന്റെ സീൻ ഒന്ന് കാണിച്ചു തരൂ അങ്ങനെ ചോദിച്ചിട്ട് അത്രയൊക്കെ അങ്ങനെയൊക്കെ കണ്ടല്ലോ. ഇതൊരു ഫുൾ പരിപാടി ഈ ഇതില് അഭിനയിച്ചേക്കണ ആർക്കും അറിയില്ല. ജയമ്പോ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ കണ്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ഉത്തരവാദിത്വം പോലെ അത് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഉറപ്പായിട്ടും ഈ പരിപാടി ഫുള്ളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളത് അതുമല്ല, കാണാൻ ആഗ്രഹവുമില്ല. നമുക്ക് തിയേറ്ററിൽ ഫുള്ളായിട്ട് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പാപ്പര ഇടയ്ക്ക് പോയി കാണാറുണ്ടല്ലേ? ഇടയ്ക്ക് ഓരോ അത് കാണണമല്ലോ, അത് കാണാറുണ്ട്. എല്ലാവരും ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. ആട് 1-ൽ നിന്നും 2-ൽ നിന്നും വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാൻഡ്യൂർ ഭയങ്കര വലുതാണ്. ഭയങ്കര വലിപ്പമുള്ളൊരു സിനിമയാണ്. ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ ഇരട്ടിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ലൈനിൽ പറയുന്നൊരു സിനിമയാണ്. പുതിയ കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ 1-ൽ നിന്നും 2-ൽ നിന്നും വെച്ച് നോക്കുമ്പോഴത്തേക്കുണ്ട്. എസ്പെഷ്യലി വലിപ്പം തന്നെയാണ്. കാരണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടൈം ലൈൻ അതുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അറക്കൽ അബുവിൻ്റെ ഒരു ഫേസ് ഉണ്ടോ? കാരണം മറ്റേ നോക്കുമ്പോൾ കുറച്ചൊരു ഫൺ പരിപാടി, കൂടുതൽ പറയാൻ പറ്റില്ല എങ്കിലും ചോദിക്കുവാണ്. അല്ല, ഫൺ തന്നെ അതിനകത്ത്. സെയിം ക്യാരക്ടർ തന്നെയാണല്ലോ, അപ്പം ഫൺ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു ക്യാരക്ടറും കൂടെ വരുന്നുണ്ട്. മറ്റേ പാസ്റ്റ് ടൈം ലൈനിൽ എല്ലാവർക്കും അങ്ങനെ എന്താണ് വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട് പാസ്റ്റ് ടൈം ലൈനിൽ. പക്ഷേ അവിടെയും ഇവർ മണ്ടന്മാർ തന്നെയാണ്. ഇവരൊരിക്കലും മറ്റേ തീവ്രമായ ഇപ്പം രാജാവായിട്ട് ജയനെ കണ്ടില്ലേ? അപ്പൊ ജയൻ ഭയങ്കര ബിൽഡപ്പിൽ വന്നിട്ട് ബേസിക്കലി എന്താണ് ഇവര് അറിഞ്ഞോ അറിയാണ്ടൊക്കെ മണ്ടത്തരം ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവര് ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആടിന് ഇത് ആണല്ലോ വേണ്ടത്. സീരിയസ് സിനിമകൾ നമുക്ക് വേറെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ആട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ സംഭവിക്കുന്ന സിനിമയാണ് ഇതുപോലത്തെ സിനിമകൾ.
സോ ദ എക്സ്പെക്ടേഷൻസ് ആർ ഹൈ ഡെഫിനറ്റ്ലി. എത്രയാണ് ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയോ അല്ലെങ്കിൽ അതിനേക്കാളും മേളിലാണ് ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി വിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞു, ആ സീൻസും എല്ലാം വിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞു. മൊത്തത്തിൽ സിനിമ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ നമുക്കറിയാം നമ്മുടെ സീൻസ് അറ്റ്ലീസ്റ്റ് നമുക്കറിയാമല്ലോ. പിന്നെ ധർമ്മജൻ പറഞ്ഞ പോലെ എൻ്റെ ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും അത് പ്രസന്റ് ടൈം ലൈനിലും പാസ്റ്റ് ടൈം ലൈനിലും. പിന്നെ ഒരുപാട് ഹേർഡിൽസ് ഉണ്ടായിരുന്നു നമുക്ക് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഒരുപാട് എന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസിലൊക്കെ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മഴ പെയ്തിട്ട് സെറ്റൊക്കെ മൊത്തം ഇതായി പോയി. വീണ്ടും അങ്ങനെ പ്രൊഡക്ഷൻ നമ്മൾ ക്യാമറ വെക്കുമ്പോ അവിടെ ബാക്കിലിട്ടേക്കണ എല്ലാം കൂടി മറിഞ്ഞങ്ങൾ വീഴും. മഴയും പിന്നെ അത് പിന്നെ എടുത്തുയർത്തി വരുമ്പോഴേക്കും സമയം എടുക്കും. കോസ്റ്റ് വൈസും കുറെ അങ്ങനെ അതെ അതെ. ഞങ്ങളുടെ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കരയില് സീൻ ഷൂട്ട് ചെയ്തു. ഐ മീൻ പാർട്ട് ഓഫ് ദ സീൻ ഷൂട്ട് ചെയ്തു വിനായകനെ വെച്ച്. അപ്പുറത്തെ കരയിൽ ഞങ്ങളുണ്ട്. അപ്പൊ അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഡാം ഓപ്പൺ ആയിട്ട് മഴ പെയ്തപ്പോൾ ഡാം ഓപ്പൺ ആക്കി. അപ്പോൾ അവിടെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ഡാം അടയ്ക്കാനും ഈ വെള്ളം അവിടെ നിന്ന് പറ്റാനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹേർഡിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം പ്രൊഡ്യൂസറാണ് കാശ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടൈം പോകുന്നതനുസരിച്ച് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമല്ലേ, നമ്മളിത് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കില്ല. ഇപ്പം നമ്മൾ എത്ര നമ്മൾ മീഡിയയുടെ മുമ്പ് വെച്ച് പറഞ്ഞാലും ആൾക്കാർക്ക് വിഷമാകുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ നമ്മൾ ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അത്രയും വിഷമാണ്. ഇത് ആരുടെ കാശായാലും, നമ്മുടെ കാശായാലും അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള ആൾക്കാരുടെ കാശായാലും ആരുടെ കാശായാലും നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ കൺട്രോളിലല്ല. ഇത് നമ്മളായിട്ടുണ്ടാക്കിയ മാൻ മിസ്റ്റേക്ക് അല്ലല്ലോ. അല്ല. അതെ. അപ്പൊ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ അൾട്ടിമേറ്റ്ലി എക്സിക്യൂഷൻ അടിപൊളിയായിരുന്നു. ആൻഡ് ദ ഫൈനൽ റിസൾട്ട് ഈസ് ഓസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ടെൻഷൻ ഉണ്ടെന്നൊക്കെ ചോദിക്കില്ല, അതായത് റിലീസ് അടുക്കുമ്പോൾ ഒരു ടെൻഷൻ, ആ ടെൻഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ എന്നാലും സാധാരണഗതിയിലുള്ള ടെൻഷനേക്കാളും കുറച്ച് കുറവാണ് ഹാപ്പി എക്സൈറ്റഡ് ടെൻഷൻ. അതാണ് കറക്റ്റ് എക്സാക്ട്ലി. ഭഗത് പറയൂ. എനിക്കൊന്ന് 2-3 മാസം മുമ്പ് ഞങ്ങൾ കണ്ടപ്പോഴും ഭാഗത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇത് സംഭവം ഉണ്ടല്ലോ സാധനമായിരിക്കും, കണ്ടു നീ കാണും. അന്ന് പറഞ്ഞു തന്നെ ഇന്നും പറയാനുള്ളൂ, നീ ഇന്ന് കാണും. മാർച്ച് 19 തന്നെ പറയൂ. വളരെ എക്സൈറ്റഡ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ. കാരണം എൻ്റെ കരിയറിലെ ഇത്രയും വലിയൊരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഇത്രയും വലിയ സ്കെയിലിൽ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി വാളം പിടിച്ച് വരുന്ന ഒരു പരിപാടിയിലേക്ക് ഞാൻ വന്ന് ചേരുന്നുള്ളത്. പക്ഷേ സന്തോഷം, നമ്മുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. പിന്നെ ഇത്രയും ആടിൻ്റെ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3ലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വലിപ്പം ഭീകരമാണ്, സ്കെയില് ഭയങ്കരമാണ്. അപ്പം അതിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമാണ്. അത് ഫിനാൻഷ്യൽ കൊണ്ട് മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ മേഖല കൊണ്ടും വേറൊരു വലിയ മേഖലയിലൊക്കെ വരുന്നു. അല്ലാതെ പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ശംഭു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റെയറായിട്ടാണ് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഒത്തുവരിക അല്ലേ. നല്ലൊരു സബ്ജക്റ്റ് ഒത്തുവരാതെ നമുക്ക് അതിലേക്ക് ഓക്കെ സെക്കൻഡ് കഴിഞ്ഞു, ഇനിയിപ്പോൾ തേർഡിന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നു, നമുക്കും ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥ വേണം. അപ്പം അങ്ങനെ ഒരു കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് മിഥുൻ മാനുവൽ ഇത്തവണ വരുന്നത്. അപ്പോൾ അത് ഷുവറായിട്ടും പിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതെ. പിന്നെ ഇതിലെ എഫോർട്ടിനെ പറ്റി പറയാൻ പറ്റേ കുതിര ഓടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾമോസ്റ്റ് എല്ലാവരും അതെ. നമുക്കിത് പരിചയമുള്ള കാര്യമാണോ? നമ്മുടെ വല്ലപ്പോഴും ഇതുപോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ പലതും നമ്മൾ പഠിക്കുന്നത് തന്നെ. സ്വിമ്മിങ് ആണെങ്കിലും ശരി, എല്ലാം നമ്മൾ പഠിക്കുന്നതെല്ലാം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയില്ല. ഞാൻ കത്തനാർക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടീസും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്ത് കുതിരയായിട്ട് യാതൊരു ബന്ധമില്ലാത്തായിരിക്കും ചിലപ്പോൾ വരുന്നത്. കയറിയിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് തട്ടും. അതിനറിയില്ല, നമുക്ക് ഓടിക്കാൻ അറിയില്ലെന്ന്. അവന്റെ ഇഷ്ടത്തിനൊക്കെ പോകും. കുതിരയ്ക്ക് അറിയാൻ പറ്റും ഇതിന് മോളിൽ ഇരിക്കണവന് ഈ പണി അറിയാമെന്നുള്ളത്. ആണോ? മൈൻഡ് റീഡിയാണുണ്ട്. ഇത് പണി അറിയാത്തവന് ഇതിന്റെ മോളിൽ ഇരിക്കണേന്ന് ഇവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിട്ട് വെള്ളം കുടിപ്പിക്കും. അയ്യോ, നമ്മളൊക്കെ ശരിക്കും വെള്ളം കുടിച്ചു. ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാന് ഇതെന്താണെന്നറിയോ, നമ്മളൊരു ട്രെയിൻ ചെയ്ത ഒരു കുതിരേനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വൈറ്റ് കുതിരേനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കാട്ടിലൂടെ ഓടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ ഓടിക്കുന്നു. ഈ സംഭവം ഉണ്ടല്ലോ, ചെറിയൊരു റോഡാണ്, ചെറിയൊരു വഴിയാണ്, ചെറിയൊരു പാതയോരം എന്നൊക്കെ പറയില്ല. അപ്പോൾ ആദ്യം ഓടിച്ചു, ചേട്ടാ കുറച്ചും കൂടി സ്പീഡ് വേണേന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നാ ഒന്നുമില്ല, ഇപ്പടി തട്ടി കൊടുത്താൽ പോകും, കൊഞ്ചം ഫോഴ്സ് കൊടുത്തിരുங்க അത് പോകുമെന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു തട്ടലും തട്ടിട്ട് പറഞ്ഞ് പോയിട്ട് ഇത് നേരെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു മരം,
ഞാൻ നോക്കുമ്പോ ഇത് ഇങ്ങനെ പോവാ, കാരണം അതിന് കുറച്ച് ഗ്യാപ്പ് മതിയല്ലേ പോവാൻ. അത് ഞാൻ നോക്കുമ്പോ എനിക്ക് ഇങ്ങനെ കാണാം, ആ മൊമെന്റിൽ ഞാൻ ഇങ്ങനെ മാറി നേരെ ബാക്കിലിരുന്ന ഒരു സാധനത്തിലേക്ക് ഇങ്ങനെ തട്ടി, അതിൽ നിന്ന് ഇങ്ങനെ ഇതായിട്ട് പോയി. അങ്ങനത്തെ കുറച്ച്, കാരണം അത് തട്ടിയിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ സംശയമില്ല. അതെന്തോ ഒരു ദൈവാനുഗ്രഹത്തിൽ അത് അങ്ങനെ ഭയങ്കര സ്പീഡല്ലേ, ഭയങ്കര സ്പീഡാണ്. അത് ആ ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിന്റെ സ്പീഡ് ഷോട്ട് കണ്ടാലേ മനസ്സിലാവും. ചേട്ടൻ പോണ 4th 4 ഗിയർ ഉണ്ട് കുതിരയ്ക്ക്, ഗാലപ്പ് ആണ് ഏറ്റവും ലാസ്റ്റ് സ്പീഡ്, അതിലാണ് ചേട്ടൻ പോയേക്കണേ. ഇതിന്റെ പ്രശ്നം പഠിച്ച കുതിരയിലല്ല അഭിനയിക്കണത്, അതാണ് പ്രശ്നം. അങ്ങനെ പ്രശ്നമുണ്ട്. ഞാന് എന്റെ ഫസ്റ്റ് ഫിലിമില് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ദിലീപേട്ടൻ ചോദിച്ചു, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോന്ന് ചോദിച്ചു. ഞങ്ങളറിയില്ല, പഠിക്കുവോ എന്നോട് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഇന്നോവയിലാണ് പഠിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോ കിട്ടണത് വില്ലേജ് ജീപ്പാണ്. എന്നോട് ഞാൻ 1 പ്രാവശ്യം കൊണ്ട് ദിലീപേട്ടനെ വെച്ചിട്ട് ഇടിച്ച് ഒരു കൈവരിയൊക്കെ തകർത്ത് എന്നെ കൊല്ലൂടാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചരിത്രമുണ്ട്. അതേപോലെയാണ് ഇവര് ഈ 10 ദിവസമൊക്കെ പഠിക്കാൻ പോയി. എന്നിട്ട് വന്ന് കിട്ടിയത് ഭയങ്കര ഹൈറ്റ് ഉള്ള, തമിഴ്നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭയങ്കര ഹൈറ്റ് ഉള്ള കുതിരകളിലാണ് ഇവര് മസ്കുലർ. ഒരു രക്ഷയില്ല, കാലെടുക്കില്ല. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? കുതിരപ്പുറത്ത് ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോഴും അതേ നിപ്പ് തന്നെ നിൽക്കണം. കാണിക്കാൻ പറ്റുമോ നമുക്ക്? ചേട്ടാ ഫേസിൽ പേടിയുണ്ടേ എന്നൊക്കെ പറയുമല്ലോ, നമുക്കത് കാണിക്കാനും പറ്റില്ലല്ലോ. വളരെ നമ്മള് ഭയങ്കര ഹീറോയിക് ആയിട്ട് ഇരിക്കാൻ വേണം, ഉള്ളിലുണ്ടല്ലോ ഇതെവിടെ കൊണ്ടാ മറിച്ചിടുന്ന അറിയില്ലല്ലോ. സൈച്ചയുടെ സെന്ററില്, സൈഡില് റൈറ്റ് സൈഡില് ഞാൻ, ലെഫ്റ്റ് സൈഡില് ഹരി. നേരെ ആയിട്ടുള്ള വഴി, സ്ട്രെയിറ്റ് സ്പീഡിൽ ഓടിച്ചു തന്നെ. എന്റെ പൊന്നോ, എന്ത് ഈ പറഞ്ഞ പോലെ സൈഡിലും മറ്റേ മരങ്ങളൊക്കെ വരും, കുരിഞ്ഞു കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ സേഫ് ആണ് സെന്റർ ആയത് കാരണം. ഇവർക്ക് രണ്ടുപേർക്ക് പ്രശ്നം ഈ മരത്തിന്റെ ഇത്. ഞങ്ങൾ ഒരേ ലെവലിൽ വരുകയും വേണം. ആദ്യത്തെ ടേക്കിൽ അവന്റെ കുതിര കയറിപ്പോയി, എന്റെ കുതിര അനങ്ങണേ ഇല്ല. നീ എന്താണ് സ്പീഡിൽ കയറി പോണത്? പലതും പല ടൈമിംഗ് ആയിരിക്കും. പിന്നെ മാത്രമല്ല ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടം വരെ പോയി ഈ കുതിരയെ പിടിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് ആശാൻ ഇവിടെ കൊണ്ട് നിർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഒരു പൊസിഷൻ തരില്ല. ഇതാണ് 8ാം മാർക്ക്, ഇവിടെ നിന്ന് വന്നാൽ മതി. ഇതിന് മൂഡ് മാറുമ്പോഴത്തേക്ക് ഇത് അവിടെ പോയി നിൽക്കും. ഈ കുതിര ബാക്ക് പോകണമെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ. അത് ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ പോയി അവിടം വരെ പോയി വീണ്ടും തിരിച്ചു, പിന്നെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ പുള്ളി ഫ്രണ്ടിൽ കയറും. അതെ, അങ്ങനെ അങ്ങനെ ഭയങ്കര രസമാണ്. നമ്മളിതൊക്കെ പറയണേക്കുമ്പോ മമ്മൂക്കനപ്പുറമുള്ള ആൾക്കാർ ചിരിക്കും ചിലപ്പോ. ഒരു കൈയൊക്കെ പിടിച്ചിട്ട് വടക്കുമ്പോ രസമായിട്ടുള്ള സീക്വൻസുകളാണ് നമ്മൾ കണ്ടുവന്നത്. ഇത് ബുദ്ധിമുട്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ കാലക്കൊരയുക അതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. വലിയ കുതിരകള്, നിങ്ങൾക്കൊക്കെ നല്ല ഫുഡും കൊടുക്കണം, അവര് വന്ന് നോക്കും. നമ്മള് മറ്റേ 5 പാടില്ലേ, അതുപോലെ ഇതുണ്ടോ ആ കുതിരയുടെ ആ സാധനത്തിൽ ആണല്ലേ. ഉണ്ണി പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഹോഴ്സ് റേസിംഗ്? അടിപൊളിയായിരുന്നു. എനിക്ക് പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഞാൻ നിന്നോട് ചോദിച്ചു, ഞാൻ 10 ദിവസം പോയി പഠിച്ചതിന്റെ ഒരു സാധനം എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ലടാ, നിനക്ക് അടുത്തേലും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലൈക്ക് ടോട്ടലി പറഞ്ഞ പോലെ വൻ പരിപാടിയായിരുന്നു. ഞാൻ 10 ദിവസം പോയി. അപ്പൊ ഇനിയിപ്പോ കുതിര ഇട്ടിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും. ഒരു റൗണ്ടിന് 20 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. അതെന്തായാലും കിട്ടിയ അവസരം ആത്മാർത്ഥമായിട്ട് പഠിച്ചു, ഉപയോഗിച്ചു പരിപാടി. ആട് 1 ആണെങ്കിലും 2 ആണെങ്കിലും നമ്മൾ എന്തിന്റെങ്കിലും ഒരു പുറകെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പുതുമ. എന്തിന്റെ പുറകെ പോകുന്നു എന്നുള്ളത്. ആട് 3, അതെ, ആട് 3യിലും എന്തിന്റെ പുറകെ പോകുന്നു എന്നുള്ളത് ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല 2 അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് 3rd നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ആ കഥാപാത്രത്തിൽ നിന്നിട്ടുള്ള കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി ആക്ടർ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുമ്പോൾ ഇതിനകത്ത് ആക്ടേഴ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അവരെങ്ങനെയാണ് ഇപ്പോൾ ആ കഥാപാത്രത്തെ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഒരു പുതിയ ഒരു
എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സിനിമയിലും ഏജ് കൂടി വരുവാണ്. കാരണം സിനിമയിലും ഏജ് കൂടി വരുന്നു, എല്ലാവരും സിനിമകൾ ചെയ്യുന്നു, അപ്പോൾ അവർക്ക് അതിൽ നിന്നും കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം കൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ഹ്യൂമറിന് എത്രമാത്രം, അല്ലെങ്കിൽ ഹ്യൂമർ എത്രമാത്രം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്, അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്, അവരുടെ റിയാക്ഷൻസ് എല്ലാം എന്താ പറയുക, വളരെ മെച്യൂർഡായിട്ടാണ് എല്ലാവരും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള വലിയൊരു വ്യത്യാസമാണ്. ഇത് ലൊക്കേഷനിലും നിങ്ങൾ തമ്മിൽ ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു കിടിലം ബോണ്ട് ഉള്ളത് കൊണ്ട് ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു? ഇതുപോലെ ഫൺ വൈബ് തന്നെയായിരുന്നു മൊത്തം? ഫൺ വേവ് എന്ന് വെച്ചാൽ ഈ ഒരാൾക്കൊരു കൗണ്ടർ പറയാനൊരു ഏരിയ ഉണ്ടെന്ന് വെച്ചാല് എല്ലാവരും അതിനു വേണ്ടി പണി. അതായത് ഈ ഗ്രൂപ്പ് മാത്രമല്ല, ഇപ്പൊ എനിക്ക് അറക്കലബ് ഇവിടെ ഒരു സാധനം പറഞ്ഞാൽ നന്നായിരിക്കും, പക്ഷെ അത് എന്താ പറയേണ്ടതെന്നുള്ളത് ചർച്ചയിൽ വെച്ച് കഴിഞ്ഞാല് അത് ഡ്യൂഡിന്റെ ഗ്രൂപ്പ് ഇൻവോൾവ് ആവും അതിനകത്ത്. നമ്മുടെ സ്പോട്ട് ചെയ്യുന്ന നിതീഷും ഇൻവോൾവ് ആവും, മനസ്സിലായി, എല്ലാവരും ഇൻവോൾവ് ആവും. കിരൺ എന്ന് പറഞ്ഞ ജയന്റെ സ്റ്റാഫ് ഉണ്ട്, എന്റെ മേക്കപ്പ് മാൻ ഉണ്ട്, കിരൺ ഇൻവോൾവ് ആവും. വേറെ എല്ലാവരുടെയും ഇത് കേൾക്കും ഇത്, എന്നിട്ട് അതിൻ്റെ അകത്ത് ബെസ്റ്റ് ഏതാണ് അത് പിക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ആടത്രിയിലുള്ള ഒരു യുണീക്നെസ് ഞാൻ കണ്ടെത്തിയത്, ഇപ്പൊ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് നമുക്ക് പല രീതിയിലുള്ളതുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഈ റെയിൽവേ എന്നുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വിട്ടിട്ടുള്ള എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് പണ്ട് തൊട്ടുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ശരി, അതിനായിട്ട് കാണിച്ചതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. എത്ര പടങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. കുതിരസവാരി, കാളവണ്ടി തൊട്ട് പഴയ കാലഘട്ടത്തിൽ തുടങ്ങി സൈക്കിള്, ബുള്ളറ്റ്, 4 വീലർ, 3 വീലർ, പിന്നെ എയർവേസിൽ ഹെലികോപ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഷാജി ബാപ്പന്റെ ട്രെയിലർ ഷോട്ട് കണ്ടില്ലേ, ബോട്ടിൽ വരുന്ന വാട്ടർ വേ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടും ഒരുമിച്ച് വന്നിരിക്കണേ. ട്രെയിൻ പിന്നെ നമ്മൾ സെക്കൻഡിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഫൈനൽ ഒരു 2 minutes ഒരു ചെറിയൊരു സെഗ്മെന്റ് പിടിക്കാം. എന്തായാലും ഒരു ടൈം ട്രാവൽ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ. റെഡി? ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് ചോദിക്കണം നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ടൈം ട്രാവൽ, ഒരു മെഷീനോ അല്ലെങ്കിൽ പഴയ കാലത്തിലേക്ക് പോകാം, എന്തെങ്കിലും അതിനകത്ത് ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം, അതാണ് സിറ്റുവേഷൻ. അപ്പം ഞാൻ കാര്യങ്ങൾ പറയുന്നു, നിങ്ങളത് വെച്ച് പറയുക. റെഡി? ഓക്കെ. ഒരവസരം കൂടെ കിട്ടുമായിരുന്നേ, എന്നാൽ ദേ ഇപ്പം നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും? ഞാൻ രാജാവാകും. വെരി ഗുഡ് ആണല്ലേ? പിന്നെ നമ്മ എന്തിനാ കുറക്കണത്? ഉറപ്പായിട്ടും ആയിരിക്കും. ഭടന്മാരെ ആരൊക്കെ ആയിരിക്കും? ഏറ്റവും അടുത്ത ഭടൻ ആരായിരിക്കും? ഭടനെ പറ്റി നമ്മൾ രണ്ടാമത് ചിന്തിക്കാം. അഴിമതിക്കാരായിട്ടുള്ള അമ്മമാരൊന്നും ഞാൻ വെക്കൂല. ഇനി നമ്മളെ കൊണ്ടുനടക്കണ, നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാരായിരിക്കണമല്ലോ, അപ്പൊ അങ്ങനെ നോക്കുള്ളൂ. പക്ഷെ രാജാവിൽ കുറഞ്ഞൊരു പിടുത്തമില്ല. വേറെ ആരും അതിന്റെ മേളിലോട്ട് പോകുന്നില്ല അല്ലേ? ഓക്കെ, കലകി. ജയേട്ടനാണെങ്കിലോ? അയ്യോ, ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത്. കാരണം ഇദ്ദേഹം രാജാവായിട്ടുള്ള സ്ഥലത്ത് രാജാവ് ഫൈറ്റ് ആവും, പിന്നെ ആ യുദ്ധഭൂമി അല്ലെങ്കിൽ ആ ഭൂമി എങ്ങനെയായിരിക്കും ചിന്തിക്കാവുന്നത് എന്നെനിക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ സായിച്ചേട്ടനാണെങ്കിലോ? നമ്മുടെ ഈ ആടിലെ ക്യാരക്ടേഴ്സിന്റെ കാര്യമാണോ? അല്ലാതെ പുറകോട്ടുള്ളൊരു കാര്യം ലാസ്റ്റ് പറയാം, ഇവരൊക്കെ പറയാം. ഐഡിയ ആണത്. അതെ. ആദ്യം ഞാൻ കയറി രാജാവെന്ന് പറഞ്ഞുകൊണ്ടേ, അതായത് ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അങ്ങനെ തിങ്ക് ചെയ്യാം, അങ്ങനെ ഓപ്പർച്യൂണിറ്റി. ഈ രാജാവിനെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണോ? നിങ്ങളിലുള്ള തട്ടിക്കളഞ്ഞാലും രാജാവ് രാത്രി തന്നെ നടക്കില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി? ശരി, ഈ ഫോണും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റയും ഫേസ്ബുക്കും പരിപാടികളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ശാന്തമായി, പണ്ടത്തെ നമ്മൾ ഈ പോസ്റ്ററൊക്കെ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ ഈ ഫിലിം പോസ്റ്ററൊക്കെ ഒട്ടിച്ചു വെക്കുന്നു, ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു ടൈം? അത് എപ്പോഴും തോന്നുന്നു. സംശയമില്ല. പണ്ടത്തെ ആ ഒരു ചെറിയ ഫോണായിരുന്നു, അത്ര മെസ്സേജ് മാത്രം 90 രൂപയ്ക്ക്. ആ ഫോണും വേണ്ട, ലാൻഡ് ഫോൺ മതി. സൗകര്യങ്ങൾ കൂടി. ലാൻഡ് ഫോൺ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ലെറ്റർ എഴുതാം, ലെറ്റർ അവിടെ നിന്ന് പോവാം. വീട്ടിലൊക്കെ ഭാഗ്യമില്ലേ നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ എല്ലാം കടന്നു വന്നില്ലേ, നമ്മൾ ട്രാവൽ ചെയ്തില്ലേ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. എന്റെയൊക്കെ വീട്ടിലൊരു അടുക്ക് ലെറ്റർ ഉണ്ടായിരുന്നു, ഇല്ലന്റും പോസ്റ്റ് കാർഡും. അന്ന് സൗഹൃദം വിധത്തിലാണ്. മറ്റേ പോസ്റ്റ് കാർഡിന് ഭയങ്കര വിലക്കുറവാണ്, ഇല്ലന്റിന് ഒരു രൂപയ്ക്ക് എന്തോ വിലയുള്ള സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെ,
അത് ഞാനൊരു ഹോർലിക്സ് കുപ്പിയിലിട്ട് എന്ന് പറഞ്ഞ പോലെ ശരിക്കും പെട്ടിയിലിട്ട് അന്ന് എഴുത്താണ്. അത്യാവശ്യം നല്ല കൈഷമൊക്കെ ചെയ്തോണ്ട് ഇങ്ങനെ ഭയങ്കര എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ധർമ്മന് വരുന്ന ലെറ്റർ അല്ലേ എല്ലാം? ഇങ്ങോട്ട് വരുന്നേ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, എഴുത്തും വായന അറിയണ്ടേ. വേറൊരു കേസുണ്ട്. ഭഗത്തേട്ടനൊക്കെ ആണെങ്കിൽ ലെറ്റർ എഴുതുന്നതും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതും ഒരുപോലെ, ഒരേ കാലതാമസം എടുക്കും നമുക്ക് റിപ്ലൈ വരെ. ആ എഴുത്തിന്റെ ഒരു കാലഘട്ടം ഭയങ്കര രസമായിരുന്നു. പേഴ്സണൽ ഫീല് നമുക്ക് കിട്ടുമല്ലോ കത്ത് വായിക്കുമ്പോൾ. എന്തോ അയാളെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അവര് നമ്മളടുത്ത് പറയുന്ന പോലെ പറയുന്ന ഒരു ഫീൽ ഉണ്ട് ലെറ്ററിലേക്ക്. ഇപ്പം ഫുൾ അല്ലേ, അത് എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു ഇപ്പോഴും ഇങ്ങനെ ലെറ്റർ അയക്കുന്ന ഒരാളുണ്ട്, കാർഡ് അല്ലടാ ആണോ? അയക്കുന്നത്. ആണല്ലേ? അല്ല, പണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പണ്ട് ലെറ്റർ വായിക്കുന്ന സമയത്ത് ആ ലെറ്ററിൽ എന്താണാവോ എഴുതിയിട്ടുള്ളത്, ആ വ്യക്തി എന്താണാവോ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ഇന്ന് വാട്സാപ്പില് അല്ലടാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇല്ലേ, അങ്ങനെയില്ലേ മീനിങ്, അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നീ എന്താ അങ്ങനെ എടുത്ത് എന്നുള്ളത് കൺഫ്യൂഷൻ വരാറില്ലേ? പണ്ട് നമുക്ക് അത് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അയാൾ ഇങ്ങനെ പറയുള്ളൂ നമ്മളോട് എന്നുള്ള ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും. അത് ക്ലിയർ ആക്കാനായിട്ട്, അല്ലെങ്കിൽ ഇമോജി കൂടെ ഇട്ട് തെറ്റി പോകുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും വിഷമിപ്പിക്കാനാ പറഞ്ഞത്, വിഷമം മാറ്റാൻ ഒരു സ്മൈലിയും കൂടെ കണ്ണടക്കണ്ടേ, അങ്ങനെയൊക്കെ ഇടാന്നല്ലേ. അല്ലേ? അതാണ് അതൊരു കാലഘട്ടം. പിന്നെ മറ്റേ ചെറിയ ഫോണൊക്കെയാണ് പിന്നെയും കുഴപ്പമില്ല. മറ്റേ ഈ ചെറിയ കഥയാണ്, ഷരടിയല്ലട്ടാ. അതായത് ഒരാളെ അത് തന്നെ ഒരാള് ചെറുപ്പക്കാരനാണ്, 40-40 വയസ്സൊക്കെ ഉള്ളൂ. ഭയങ്കര കാശുകാരനാണ്, ഭയങ്കര ബിസിനസ് കേട്ടുള്ളൊരു മനുഷ്യനെ സമാധാനിപ്പിക്കാൻ 3 സുഹൃത്തുക്കള് ഇയാളുടെ അടുത്ത് കിടപ്പാണ്. ഇയാള് ചെന്നകനാണ്. നീ വിഷമിക്കാനും വേണ്ടടാ, നിനക്ക് 40 വയസ്സായില്ലേ, എന്റെ വീടിന്റെ അടുത്തുള്ളൊരു പയ്യൻ 32 വയസ്സുള്ളു, ഒറ്റ വീഴ്ച തട്ടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ മറ്റവൻ പറഞ്ഞേ, നീ എന്ത് വർത്താനോട് പറഞ്ഞത്, ഇന്നാ നാളെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരുത്തനോടാണ് അങ്ങനെ എന്ന് പറഞ്ഞു. മേലെ അയാൾ പറഞ്ഞു, കുഴപ്പമില്ലടാ, ഞങ്ങളുണ്ടാവും, മരിച്ചാലും നിന്റെ ഒരു പരിപാടി നടത്താനായിട്ട്. മൂന്നും വളരെ അടുത്ത സുഹൃത്തുക്കൾ പോയി അങ്ങനെ പറയായിരുന്നു. ഞാൻ പറഞ്ഞാണ് അത് സമാധാനപ്പെടുത്തൽ ഇങ്ങനെയാണ് ചിലരുടെ. അവരവർക്ക് സമാധാനം കിട്ടും. വേറൊരു സമാധാനപ്പെടുത്തിയൊരു കഥയുണ്ട്. ക്യാൻസർ വന്നിട്ട് ഒരു ചേച്ചി, അവര് വലിയ മുടി ഉണ്ടായിരുന്നു, അവർക്ക് ഇവിടത്തെ ഉള്ള മുടി ഉണ്ടായിരുന്ന സ്ത്രീയാണ്. അപ്പൊ അവരിങ്ങനെ ക്യാൻസർ വന്ന് കീമോ ചെയ്ത് തല മുട്ടയിൽ പോയി. അപ്പൊ ഇവരുടെ ബന്ധുവായിട്ടുള്ളൊരു സ്ത്രീ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയേക്കുക. അപ്പൊ അവര് ഭയങ്കര സങ്കടത്തോടുകൂടി കരഞ്ഞിട്ടൊക്കെ പറഞ്ഞു, എനിക്ക് എന്തോരം മുടി ഉണ്ടായതാണ്, ഇവിടത്തോളം മുടി ഉണ്ടായതല്ല, ഞാൻ വെളിച്ചെണ്ണയൊക്കെ തേച്ച് എപ്പോഴും അതൊക്കെ ഇട്ടിട്ട് ഇത്രയും മുടി ഞാനിങ്ങനെ കാത്തു സൂക്ഷിച്ചു വന്ന് ഇപ്പം എല്ലാം പോയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവർക്ക് സമാധാനിപ്പിക്കാൻ വാക്കുകളില്ല, കാരണം അവർക്ക് കരഞ്ഞിട്ട് ഇരിക്കണുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, നീ ശ്രമിക്കാണ്ടിരിക്കേ, കുഴപ്പമില്ല, നീ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണെന്ന്. ചില ആൾക്കാരെ അവരുദ്ദേശിക്കുന്ന വേറെ ഒന്നായിരിക്കും, അവർക്ക് പറയാൻ പെട്ടെന്ന് കിട്ടാത്തോട്ടെ. കട്ടോട്ടന്റെ കഥ കേട്ടല്ലേ? ആട് 2 അയ്യോ അത് ഭയങ്കര ഭീകരമായിരുന്നു. മറ്റേ ആട് 3 ഇപ്പോ മറ്റേ എടുത്തിട്ട് പോയത് കട്ടൗട്ടോ ഇല്ല, കട്ടൗട്ട് എടുത്തിട്ട് പോയത് ഒരു കട്ടൗട്ട് എടുത്തിട്ട് പോയെന്ന് പറഞ്ഞാല് ആട് 2 ഭയങ്കര ആഘോഷം എറണാകുളത്ത് ഒരു ഹോളിൽ വെച്ച് നടക്കുക. അത് ഞങ്ങളുടെ എല്ലാവരും കട്ടൗട്ടുകൾ സ്റ്റേജിൽ നിരത്തിയിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് കട്ടൗട്ട് വലിയ കട്ടൗട്ടുകളാണ്. അതൊക്കെ എന്റെ ഞാനാകെ 5 അടിയുള്ളൂ, 10-12 അടി ആയിട്ട് 8 അടി 9 അടിയൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ട്. ഞങ്ങളുടെ എല്ലാവരും ഉണ്ട്, പാപ്പന്റെ ഉണ്ട്, അബൂന്റെ ഉണ്ട്, ഉണ്ട്, എല്ലാവരും ഉണ്ട്.
അപ്പൊ ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഇത് വെറുതെ വേസ്റ്റ് ആയി പോവല്ല. ആ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും പോകുമല്ലോ. അതെ. അപ്പൊ ഞാനിത് വീട്ടിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇത് കാറിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കാറിന്റെ ഡിക്കില് വെച്ചിട്ട് ഡിക്കി പൂട്ടാൻ പറ്റില്ല. അടയുന്നില്ല. അല്ല, പൂട്ടാൻ പറ്റില്ല. നീളമുണ്ടല്ലോ. എന്നെ ഇങ്ങനെ വെച്ചിട്ടാ പോണത് കാറ്. കട്ടോട്ട് ഇങ്ങനെ കിടക്കണല്ല, പുറത്തോട്ട് കിടക്കണ തലേക്ക. അത് ഞാൻ കൊണ്ടുപോയി വീട്ടില് കൊണ്ടുപോയി ഇത് വെക്കാനായിട്ടൊരു സ്പേസ് കണ്ടെത്താൻ എനിക്ക് പെട്ടെന്ന് പറ്റിയില്ല. അപ്പൊ ഞാൻ ഏറ്റവും മേളിലത്തെ നിലയിൽ വേറെ പരിപാടിയൊന്നുമില്ല. അവിടെ ഒരു വാട്ടർ ടാങ്കാണ്, അവിടെ കൊണ്ടുവച്ച്. അപ്പൊ ഈ കട്ടൗട്ടർ എന്ന് പറഞ്ഞാല് ഇത്തിരി ഇങ്ങനെ നിക്കണത്. നേരെ നേരെക്കണെങ്കിൽ 2 പട്ടിയും കൂടി അടിച്ചു കൊടുക്കണം. അത് ഒരു കണക്കിനാണ് അവിടെ വെച്ചത്. ആ പട്ടിയൊക്കെ ഊരിട്ടാണ് ഞാൻ കൊണ്ടുവന്നേക്കണത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അവിടെ ഇരിക്കട്ടെ, പിന്നെന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനൊരു സ്പേസ് കിട്ടാത്തോണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചതാ. ഞങ്ങള് വളരെ വൈകി വീട്ടിൽ കിടക്കുന്ന ആൾക്കാരാ. വൈഫും പിള്ളേരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇവള് ഏറ്റവും മേളിലോട്ട് പിള്ളേരുടെ യൂണിഫോം എടുക്കാനായിട്ട് ചെന്നപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കണല്ല. രാത്രി 12 മണിയായി. പിന്നെ ഇവളുടെ കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് ഞാൻ മടിക്കിടത്തി ഭയങ്കര സമാധാനിപ്പിക്കല് ശരിയാകണല്ല. വല്ല മെന്റലി ഷോക്കായി പോകുന്നപ്പോ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു എന്റെ കട്ടോട്ടല്ലേ കണ്ടത്. ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അയ്യോ, അത് ഭയങ്കര ഭീകരമായി പോയി. വെളുപ്പിന് 4-4:30 വരെ ഞാൻ സമാധാനിപ്പിച്ചൊരു കണക്കിന് കൊണ്ടുവന്ന് അവസാനം അത് ഓടിച്ച് നുറുക്കി കൊണ്ടുകളി തന്നെ ഞാൻ ഓടിച്ചു നുറുക്കി അതുകൊണ്ട് പറമ്പിൽ കളഞ്ഞു. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഞാൻ തന്നെ ഓടിച്ചുള്ള എന്റെ ഒന്നും ഇത് കണ്ടു പേടിക്കണ്ടല്ലോ എന്ന് രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു അത്. അപ്പോൾ 19th റിലീസ്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ബിഗ് സെലിബ്രേഷൻ തന്നെ ആവട്ടെ. എല്ലാവർക്കും ഒരുമിച്ച് തിയേറ്ററിൽ പോയി നിങ്ങളുടെ നാക്ക് പൊന്നാകട്ടെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പടം വലിയ കിടിലമായി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പടത്തിനെ പറ്റി ഇപ്പൊ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ പടത്തിനെ പറ്റി. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഇന്റർവ്യൂ കൂടെ പിടിക്കാം. അപ്പൊ എല്ലാവരും ഇൻഡിവിജ്വലി അടിപൊളി ഒരു ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ആവട്ടെ, ആൻഡ് വർക്ക് ആവട്ടെ, ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു എവ്രി വൺ. അപ്പം പാപ്പ ബാക്കി സ്ക്രീനിൽ പാപ്പ. താങ്ക് യു. ബൈ.